ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയ വെച്ചുള്ള റോസ്റ്റാണ്. ഇതിനായി ആദ്യം തന്നെ 200 ഗ്രാം സോയ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക. നന്നായി വെന്ത സോയ ഒരു അരിപ്പയിൽ കൂടി മാറ്റി വയ്ക്കുക. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി കഴുകി തോരാൻ വയ്ക്കുക. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ എന്നിവ കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഈ സമയം ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന സോയ നന്നായി പിഴിഞ്ഞ് വെള്ളമൊട്ടും തന്നെ ഇല്ലാതെ മാറ്റി വയ്ക്കുക. സവാള നന്നായി വാടി വരുന്ന സമയം 2 ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ നന്നായി വെന്തുടഞ്ഞു വരുന്ന സമയം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മസാല മൂപ്പിച്ചെടുക്കുക. മസാല നന്നായി മൂത്ത് വരുന്ന സമയം തിളച്ച് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കറി നന്നായി തിളപ്പിച്ചെടുക്കുക. എണ്ണ തെളിയുന്ന പാകമാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സോയ കൂടി ഇട്ട് കൊടുക്കുക. അല്പസമയം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വയ്ക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് മല്ലിയില കൂടി വിതറി അടുപ്പിൽ നിന്നും മാറ്റാവുന്നതാണ്. ഏറെ രുചികരവും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുവാൻ സാധിക്കുന്ന സോയ വെച്ചുള്ള ഒരു റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.